ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ സംവിധാനമാണ്. നമ്മുടെ രാജ്യത്തെ സർവകലാശാലകളിലും അതുപോലെ തന്നെ കോളേജുകളിലും ആരംഭിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉദ്ദേശിക്കുന്ന പുതിയൊരു സംവിധാനം. അതിന്റെ പേര് കാമധേനു ചെയർ എന്നാണ്. തദ്ദേശീയമായി ഇൻഡിജിനസ് ആയിട്ടുള്ള പശുക്കളുടെ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രാധാന്യത്തെപ്പറ്റി നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് സർവകലാശാലകളിലും അതുപോലെ തന്നെ കോളേജുകളിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ സംവിധാനമാണ് കാമധേനു ചെയർ എന്നുള്ളത്. അതുപോലെ തന്നെ കൃഷി, ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൂടി ലക്ഷ്യമിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം നമ്മുടെ രാജ്യത്തെ സർവകലാശാലകളിലും അതുപോലെ തന്നെ കോളേജുകളിലും ആരംഭിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്. അപ്പോ രാഷ്ട്രീയ കാമധേനു ആയോഗിന്റെ ചെയർമാൻ ഡോക്ടർ വല്ലഭ്ഭായ് കതിരിയയാണ്. അതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രമേശ് പോഖ്രിയാൽ നിഷാങ്ക് ആണ്. അപ്പോ നമ്മുടെ രാജ്യത്തെ തദ്ദേശീയ പശുക്കളുടെ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് യുവാക്കളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് സർവകലാശാലകളിലും അതുപോലെ തന്നെ കോളേജുകളിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ സംവിധാനമാണ് കാമധേനു ചെയർ എന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഴുത്തുകാരിയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകയുമായ അനിത നായരെ പറ്റിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമായ UNHCR, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്, ഈ ഘടകത്തിന്റെ ഹൈ പ്രൊഫൈൽ സപ്പോർട്ടർ ഇൻ ഇന്ത്യ ആയിട്ട് നിയമിതയായിരിക്കുകയാണ് അനിത നായർ. അപ്പോൾ UNHCRന്റെ ഹൈ പ്രൊഫൈൽ സപ്പോർട്ട് ഇൻ ഇന്ത്യ ആയിട്ട് നിയമിതയായിരിക്കുന്നത് എഴുത്തുകാരിയും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകയുമായ അനിത നായരാണ്. UNHCRന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. നിലവിലെ ഹൈ കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡിയാണ്. അപ്പോൾ UNHCRന്റെ ഹൈ പ്രൊഫൈൽ സപ്പോർട്ടർ ഇൻ ഇന്ത്യ ആയിട്ട് നിയമിതയായിരിക്കുന്നത് എഴുത്തുകാരിയും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകയുമായ അനിത നായരാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിനെ പറ്റിയാണ്. 2020 ഡിസംബറിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടേഴ്സ് വിതരണം ചെയ്യുന്ന ഗോൾഡൻ പീകോക്ക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് അവാർഡിന് സ്റ്റീൽ വിഭാഗത്തിൽ നിന്നും അർഹമായ സ്ഥാപനമാണ് സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടേഴ്സ് വിതരണം ചെയ്യുന്ന ഗോൾഡൻ പീകോക്ക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് അവാർഡ് 2020 സ്റ്റീൽ വിഭാഗത്തിൽ അർഹരായിരിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. സെയിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. നിലവിലെ ചെയർമാൻ ശ്രീ അനിൽ കുമാർ ചൌധരിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ മാനവ വികസന സൂചിക. ഈ സൂചിക പ്രസിദ്ധീകരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമായ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്, UNDP ആണ്. അപ്പോൾ 2020 ഈ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്ഥാനം 130 ആയിരുന്നു. അപ്പോൾ ഇന്ത്യ ഒരു സ്ഥാനം പുറകോട്ട് പോയിരിക്കുകയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ആണ്. 2020 പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131 ആണ്. ഈ പട്ടികയിൽ മുന്നിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർവേ, അതുപോലെ അയർലൻഡ്, സ്വിറ്റ്സർലാൻഡ് ഒക്കെയാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131 ആണ്. അപ്പോൾ UNDP ആണ് മാനവ വികസന സൂചിക പബ്ലിഷ് ചെയ്യുന്നത്. UNDPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആഷിം സ്റ്റെയ്നർ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് യുണൈറ്റഡ് കിങ്ഡമിനെ പറ്റിയാണ്. കൊറോണ ഉൾപ്പെടെയുള്ള വൈറസുകൾക്കെതിരെയുള്ള വാക്സിൻ വിതരണത്തിനായി വിർച്വൽ ഹബ്ബ് രൂപീകരിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് UK. അപ്പോൾ കൊറോണ ഉൾപ്പെടെയുള്ള വൈറസുകൾക്കെതിരെ വാക്സിൻ വിതരണത്തിനായി വിർച്വൽ ഹബ്ബ് രൂപീകരിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം UK ആണ്. ഫൈസറിന്റെ കോവിഡ് വാക്സിൻ ആദ്യമായി പരീക്ഷിച്ച രാജ്യം ബ്രിട്ടനാണ്. UKയുടെ പ്രധാനമന്ത്രി നമുക്കറിയാം ബോറിസ് ജോൺസൺ ആണ്. അതുപോലെ തന്നെ 2021 നമ്മുടെ രാജ്യത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങിന്റെ മുഖ്യ അതിഥിയും ബോറിസ് ജോൺസൺ ആണ്. UKയുടെ കറൻസി പൌണ്ട് സ്റ്റെർലിംഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അറബ് രാഷ്ട്രമായ ഖത്തറിലെ ദോഹയെ പറ്റിയാണ്. 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ഖത്തറിലെ ദോഹയാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കുക, 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ദോഹയാണ്. 2022 അടുത്തതിന്റെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയിലെ ഹാങ്ഷൌവിലാണ് 2022 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അതുപോലെ തന്നെ 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ജപ്പാനിലെ ആഷി നഗോയയാണ്. 2034 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യയിലെ റിയാദാണ്. അങ്ങനെയാണെങ്കിൽ അവസാനമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നത് 2018 അത് എവിടെ വെച്ചാണ് നടന്നത്? ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലും പാലേംബാങ്ങിലുമായിരുന്നു. അപ്പോൾ 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ഖത്തറിലെ ദോഹയാണ്. 2022 എവിടെയാണ് വേദിയാകുന്നത്? ചൈനയിലെ ഹാങ്ഷൌവിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 ഡിസംബറിൽ ആഫ്രിക്കൻ രാജ്യമായ
ഘാനയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നാന അക്കൂഫോ അഡോ. അപ്പോ ഘാനയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആരാണ്? നാന അക്കൂഫോ അഡോ ആണ്. ഘാനയുടെ തലസ്ഥാനം നമുക്കറിയാം അക്രയാണ്. ഘാനയുടെ കറൻസി ഘാനിയൻ സെഡിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ ഔദ്യോഗിക ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിനെ പറ്റിയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ നമുക്കറിയാം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൌത്ത് ആഫ്രിക്ക. അപ്പോ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൈനയിലെ ഷാങ്ഹായിലാണ്. നിലവിലെ പ്രസിഡന്റ് മാർക്കോസ് ട്രോയ്ജോ ആണ്. 2020 ഡിസംബറിൽ കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് MGNREG മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിലൂടെ ആത്മനിർഭർ ഭാരത് പദ്ധതി നടപ്പിലാക്കുന്നതിന് ഇന്ത്യക്ക് $1,000 മില്യൺ വായ്പ അനുവദിക്കുന്ന ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പോ MGNREG മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിലൂടെ ആത്മനിർഭർ ഭാരത് പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് ഇന്ത്യക്ക് $1,000 മില്യൺ വായ്പ അനുവദിപ്പിക്കുന്ന അന്താരാഷ്ട്ര ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൈനയിലെ ഷാങ്ഹായിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മധ്യേഷ്യൻ രാജ്യമായ ഖസഖ്സ്ഥാനെ പറ്റിയാണ്. ഖസഖിസ്ഥാൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഡിസംബർ മാസം 16-നാണ്. അപ്പൊ ഡേറ്റ് ഓർമ്മിച്ച് വെച്ചിരിക്കാം. ഖസഖിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം ഖസഖിസ്ഥാൻ ആചരിക്കുന്നത് ഡിസംബർ മാസം 16-ാം തീയതിയാണ്. ഖസഖിസ്ഥാന്റെ തലസ്ഥാനം നമുക്കറിയാം നൂർ സുൽത്താനാണ്. കറൻസി ടെങ്കയാണ്. ഖസഖിസ്ഥാന്റെ പ്രസിഡന്റ് കാസിം ജൊമാർട്ട് തൊക്കായേവ് ആണ്. പ്രധാനമന്ത്രി അസ്കർ മാമിനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. പ്രസാർ ഭാരതിയുടെ സിഇഒ ആയ ശശി ശേഖർ വെൻപതിയെ ഏഷ്യ പസഫിക് ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ ABUവിന്റെ വൈസ് പ്രസിഡന്റായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ABU ഏഷ്യ പസഫിക് ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ ലോകത്തെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയനുകളിൽ ഒന്നാണ് ഏഷ്യ പസഫിക് ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ. അപ്പോൾ ഏഷ്യ പസഫിക് ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയന്റെ വൈസ് പ്രസിഡന്റായിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ്? പ്രസാർ ഭാരതിയുടെ സിഇഒ ആയ ശ്രീ ശശി ശേഖർ വെൻപതിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ്. റീസെന്റ് ആയിട്ട് ഫോബ്സ് മാസിക പ്രസിദ്ധീകരിച്ച വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് സെലിബ്രിറ്റീസ് ലിസ്റ്റ്. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മുന്നിലുള്ളത് അമേരിക്കൻ മോഡലായ കൈൽ ജെന്നർ ആണ്. അപ്പോ വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് സെലിബ്രിറ്റീസ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ള താരം അമേരിക്കൻ മോഡലായ കൈലി ജെന്നർ ആണ്. രണ്ടാമത് റാപ്പ് സിംഗറായ കെയ്ൻ വെസ്റ്റ് ആണ്. മൂന്നാം സ്ഥാനത്തുള്ളത് ടെന്നീസ് താരം റോജർ ഫെഡറർ ആണ്. നാലാം സ്ഥാനത്തുള്ളതും അഞ്ചാം സ്ഥാനത്തുള്ളതും ഫുട്ബോൾ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ലയണൽ മെസ്സിയുമാണ്. അപ്പോ ഫോബ്സ് മാസിക റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് സെലിബ്രിറ്റീസ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ളത് അമേരിക്കൻ മോഡലായ കൈലി ജെന്നർ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നോർവേയെ പറ്റിയാണ്. നമ്മുടെ രാജ്യത്തെ ഗംഗാനദി ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഏജൻസിയാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. ഈ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ തിങ്ക് ടാങ്ക് ആയ സി ഗംഗയുമായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ഗംഗയുമായി ചേർന്ന് ഇന്ത്യയിൽ സ്ലഡ്ജ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ നദികളിലൊക്കെയുള്ള മണ്ണും ചെളിയും ഒക്കെ മാനേജ് ചെയ്യുന്നതിന് ഒരു ഫ്രെയിംവർക്ക് രൂപീകരിക്കുന്നതിന് ധാരണയിലായ രാജ്യമാണ് നോർവേ. അപ്പൊ നോർവേയുടെ നോർവീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ എക്കണോമിക് റിസർച്ച് ആണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ തിങ്ക് ടാങ്ക് ആയ സി ഗംഗയുമായി ചേർന്ന് ഇന്ത്യയിൽ സ്ലഡ്ജ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് രൂപീകരിക്കുന്നതിന് ധാരണയിലായിരിക്കുന്നത്. നോർവേയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ഓസ്ലോ ആണ്. നോർവേയുടെ കറൻസി നോർവീജിയൻ ക്രോൺ ആണ്. നോർവേയുടെ പ്രധാനമന്ത്രി എർണ സോൾബർഗ് ആണ്. അപ്പോൾ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുമായി ചേർന്ന് സ്ലഡ്ജ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് രൂപീകരിക്കുന്നതിന് ധാരണയിലായ രാജ്യം നോർവേ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ രാജാചാര്യയെ പറ്റിയാണ്. 2021 വിക്ഷേപിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള നാസയുടെ ദൌത്യമായ സ്പേസ് എക്സ് ക്രൂ 3 മിഷന്റെ കമാൻഡറായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് രാജാചാര്യാണ്. അപ്പോ നാസയുടെ ദൌത്യമായ സ്പേസ് എക്സ് ക്രൂ 3 മിഷൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള നാസയുടെ ദൌത്യമായ സ്പേസ് എക്സ് ക്രൂ 3 മിഷന്റെ കമാൻഡറായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ രാജാചാര്യാണ്. നാസയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? വാഷിംഗ്ടൺ DC ആണ്. നാസയുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ജിം ബ്രൈഡൻസിനാണ്. സ്പേസ് എക്സ് നമുക്കറിയാം അമേരിക്കയിലെ പ്രൈവറ്റ് സ്പേസ് ഏജൻസിയാണ്. സ്പേസ് എക്സിന്റെ സിഇഒ ആരാണ്? എലോൺ മസ്ക് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ ആരംഭിച്ച ഗൂഗിളിന്റെ ഫോൺ ആപ്പിന്റെ പുതിയ റീബ്രാൻഡഡ് നെയിമാണ് ഗൂഗിൾ കോൾ എന്നുള്ളത്. അപ്പോൾ പുതിയൊരു ഫീച്ചർ കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കോളർ ID സേവനവും ഈ ആപ്പിൽ ലഭ്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഗൂഗിളിന്റെ ഫോൺ ആപ്പിന്റെ റീബ്രാൻഡഡ് നെയിം ഗൂഗിൾ കോൾ എന്നാണ്. ഗൂഗിളിന്റെ സിഇഒ ആരാണ്? സുന്ദർ പിച്ചായ് ആണ്. ഗൂഗിളിന്റെ ആസ്ഥാനം കാലിഫോർണിയ ആണ്.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്ത പെട്രോൾ വെസൽ അല്ലെങ്കിൽ നിരീക്ഷണ കപ്പലാണ് സാക്ഷം എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്ത നിരീക്ഷണ കപ്പലാണ് സാക്ഷം. ഇതിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഗോവൻ ഷിപ്പ്യാർഡിലാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത നിരീക്ഷണ കപ്പലാണ് സാക്ഷം. ICG ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു, ന്യൂഡൽഹിയിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ശ്രീകൃഷ്ണസ്വാമി നടരാജനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് YSR ഫ്രീ ക്രോപ്പ് ഇൻഷുറൻസ് എന്നാണ്. ആ YSR എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് ആന്ധ്രാപ്രദേശിൽ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണെന്നുള്ളത്. നമ്മൾ YSR എന്നുള്ള പേര് ചേർത്തുകൊണ്ടുള്ള ഇഷ്ടംപോലെ പദ്ധതികൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ YSR ഫ്രീ ക്രോപ്പ് ഇൻഷുറൻസ് എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. കർഷകരുടെ ഉന്നമനത്തിനായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ഗവർണർ ശ്രീ ബിശ്വഭൂഷൺ ഹരിചന്ദനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിന്നും റീസെന്റ് ആയിട്ട് കണ്ടെത്തിയ ഒരു പുതിയ ഇനം പുൽച്ചാടിയാണ് ടെറ്റിലോബസ് ത്രിശൂല എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കുക, ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പുൽച്ചാടിയാണ് ടെറ്റിലോബസ് ത്രിശൂല എന്നുള്ളത്. അടുത്തൊരു വിയോഗമാണ്. 2020 ഡിസംബറിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് എറിക് ഫ്രീമാൻ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് ചോദിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ ആദ്യ ഓട്ടോമേറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, സാമൂഹ്യനീതി വകുപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യനീതി വകുപ്പ് നേരിട്ടും അതുപോലെ തന്നെ NGO വഴി നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ മാനസിക രോഗം ഭേദമായ അന്യ സംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് തിരികെ എത്തിക്കുന്ന പദ്ധതി ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. പ്രത്യാശ എന്ന പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.